وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون. وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون. سواء عليهم أستغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ നമ്മുടെ രഹസ്യവും പരസ്യവുമായ സർവ്വമേഖലകളിലും അംഗീകരിക്കുക, അനുസരിക്കുക, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി സന്തോഷമാക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും റഹ്മാനായ റബ്ബ് ശമനം നൽകുമാറാവട്ടെ. ആമീൻ. 7ാം ഘട്ടത്തിലെ 1ാം റൗണ്ടിൽ 3 സൂറത്തുകളാണ് നാം നിശ്ചയിച്ചിരുന്നത്. അതിൽ 2 സൂറത്തുകൾ കഴിഞ്ഞു. 3ാമത്തെ 63ാം അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂനാണ് 3ാമത്തെ സൂറത്ത്. അതിലെ 3 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 4, 5, 6 3 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും അത് മറ്റുള്ള ആളുകളിലേക്ക് കഴിവിൻ്റെ പരമാവധി എത്തിച്ചു കൊടുക്കുവാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. وَإِذَا رَأَيْتَهُمْ تُعْجِبُكَ أَجْسَامُهُمْ وَإِنْ يَقُولُوا تَسْمَعْ لِقَوْلِهِمْ وَإِذَا رَأَيْتَهُمْ تُعْجِبُكَ റഅയ്തഹും തുഅ്ജിബു പറയരുത്. റഅയ്തഹും തുഅ്ജിബുക. അതുപോലെ വഇൻ യഖൂലു വഇൻ സാകിന നൂന്, ആ നൂനിന്റെ ശേഷം യാ വന്നു. ഇദ്ഗാമും ബിഗുന്ന, മണിച്ച് ഇദ്ഗാം ചെയ്യണം. വഇൻ യഖൂലു തസ്മഉ ലിഖൗലിഹിം ലിക ആകരുത്, ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ. അവിടെയും കഅന്നഹും സാക്കിനായ സുക്കൂനുള്ള മീമിന്റെ ശേഷം ഖാ ആണ് വന്നത്. അവിടെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മീമു വേറെയും ഖാ വേറെയുമാകണം, രണ്ടും കൂടെ ഒന്നിച്ച് ചേർക്കരുത്. കഅന്നഹും ഖുശുബുൻ
അതേപോലെ കുല്ല സ്വൈഹത്തിൻ അലൈഹിം, കുല്ല സ്വൈഹ, ഹ അല്ല ഹ, കുല്ല സ്വൈഹത്തിൻ അലൈഹിം, സ്വൈഹ തിൻ അലൈഹിം, തിൻ ഇൽഹാർ ചെയ്ത് രണ്ടക്ഷരവും വേർപിരിഞ്ഞ് രണ്ടക്ഷരത്തെയും വേർതിരിച്ചുകൊണ്ട് വെളിവാക്കി ഉച്ചരിക്കണം. കുല്ല സ്വൈഹത്തിൻ അലൈഹിം ഹുമുൽ അദുവ്വു ഫഹ്ദർഹും ഖാതലഹുമുല്ലാഹ് അന്നാ യുഫകൂൻ. റഅ, റഅ കണ്ടു, റഅയ്ത നീ കണ്ടു, ഹും അവർ, ഇദാ റഅയ്ത നീ കണ്ടാൽ, ഇദാ റഅയ്ത നീ കണ്ടാൽ, ഹും അവരെ, വ ഇദാ റഅയ്തഹും അല്ലാഹു നബിയോട് പറയാണ്. മുനാഫിഖുകൾ കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളൊക്കെ പലതും മുകളിൽ പറഞ്ഞു. ഇനി അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു തആല. വ ഇദാ റഅയ്തഹും ആ മുനാഫിഖുകളെ നബിയെ നീ കണ്ടാൽ, അജബ് അത്ഭുതം, അജബ് അത്ഭുതം, തുഅ്ജിബുക കാനി, തുഅ്ജിബുക നിന്നെ അത്ഭുതപ്പെടുത്തും, നിന്നെ ആശ്ചര്യപ്പെടുത്തും, അജ്സാമ്, അജ്സാമ് ശരീരങ്ങൾ, ജിസ്മ് ശരീരം, അജ്സാമ് ശരീരങ്ങൾ, ഹും അവരുടെ, അജ്സാമുഹും അവരുടെ ശരീരങ്ങൾ, അവരുടെ ആകാര വടിവൊക്കെ നിന്നെ അത്ഭുതപ്പെടുത്തും. ഇനി വഇൻ യഖൂലു ഖാല പറഞ്ഞു, യഖൂലു പറയും, യഖൂലു അവര് പറയും, വഇൻ യഖൂലു, വഇൻ യഖൂലു അവർ പറയുന്നുവെങ്കിൽ, അവർ വർത്തമാനം പറയുകയാണെങ്കിൽ, മനസ്സിലായില്ലേ? ഖാല പറഞ്ഞു, യഖൂലു പറയും, യഖൂലു, യഖൂലു യഖൂലാനി യഖൂലൂന, അതിനുള്ളതാണ് യഖൂലു. വഇൻ യഖൂലു അവര് പറയുകയാണെങ്കിൽ, തസ്മഅ് നീ കേൾക്കും, ലിഖൗലിഹിം അവരുടെ വർത്തമാനം നീ കേൾക്കും, കേട്ടു നിന്നു പോകും. അത്തരത്തിലുള്ള ആകാര വടിവൊത്ത നല്ല വേഷമായിരിക്കും അവർക്കുണ്ടാവുക, നല്ല ശരീരമായിരിക്കും അവർക്കുണ്ടാവുക. അതേ പ്രകാരം അവർ വർത്തമാനം പറഞ്ഞാൽ നീ അവരുടെ വർത്തമാനത്തിലേക്ക് ചെവി കൊടുത്ത് കേട്ടുപോകും. അത്തരം നല്ല നല്ല മുന്തിയ, ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വർത്തമാനമായിരിക്കും അവർ പറയുക. വഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമഹും അവരെ നീ കണ്ടാൽ അവരുടെ ശരീരങ്ങൾ പോലും നിന്നെ ആശ്ചര്യപ്പെടുത്തും, അത്ഭുതപ്പെടുത്തും. വഇൻ യഖൂലു തസ്മഅ് ലിഖൗലിഹിം അവർ വല്ലതും സംസാരിക്കുന്ന പക്ഷം അവരുടെ വാക്കുകളിലേക്ക്, ഖൗല് വാക്ക്, വർത്തമാനങ്ങളിലേക്ക് നീ ചെവി കൊടുത്തു പോവുകയും ചെയ്യും. അത്രയും ഉഷാറായിരിക്കും അവർ. പക്ഷെ ഉള്ളുപൊള്ളയാണ്, ഉള്ളുപൊള്ളയാണ്. പേര് കൊണ്ട് അതുപോലെ മുസ്ലിമീങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ ഇസ്ലാമിനെ പറയുകയുള്ളൂ. അവർ ശത്രുപക്ഷത്തായിരിക്കും ഉണ്ടാവുക, കപടവിശ്വാസികളാണ്. ബാക്കിയുള്ള എല്ലാ അർത്ഥത്തിലും പിന്നെ അവരുടെ വേഷവിധാനങ്ങളും ബാക്കിയുള്ളതൊക്കെ ഈ രീതിയിലാണ് ഉണ്ടാവുക. അവർ പറയുമ്പോൾ അവരെ തൊള്ളയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു പോകും. അത്തരത്തിലുള്ള നല്ല വർത്തമാനങ്ങളായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. കഅന്നഹും ഖുശുബും മുസന്നദ, ഖുശ്ബ് എന്ന് ഓതരുത്. പല ആളുകളും അവിടെ ഓതുന്ന സമയത്ത്, പിന്നെ ഇമാമുകൾ പോലും ഓതുമ്പോൾ കഅന്നഹും ഖുശ്ബും ഖുശ്ബ് എന്ന് ഓതാറുണ്ട്. ഖുശ്ബ് അല്ല, ഖുശൂബുൻ ഷു എന്നാണ്. കഅന്നഹും ഖുശുബും മുസന്നദ, ഖുശുബ് മരത്തടി, ഖുശുബ് മരകഷ്ണങ്ങൾ, മരത്തടി. കഅന്നഹും ഖുശുബുൻ അവർ മരത്തടികൾ പോലെയുണ്ട്, മരത്തടികൾ പോലെയുണ്ട്. എങ്ങനെയുള്ള മരത്തടികളാണ്? എങ്ങനെയുള്ള വിറക് കഷ്ണങ്ങളാണ്? മുസന്നദത്തുൻ ചാരിവെക്കപ്പെട്ട മരത്തടികൾ പോലെയാണ് അവർ. എന്നിട്ട് മുസന്നദത്ത് ചാരിവെക്കപ്പെട്ടത്, ഖുശുബ് മരത്തടികൾ, ചാരിവെക്കപ്പെട്ട മരത്തടികൾ പോലെയുണ്ട് അവർ. യഹ്സബൂന, യഹ്സബൂന അവർ വിചാരിക്കുന്നു, അവർ വിചാരിക്കുന്നു അല്ലെങ്കിൽ വിചാരിക്കും, കുല്ല സ്വൈഹത്തിൻ എല്ലാ ശബ്ദങ്ങളും, എല്ലാ അട്ടഹാസങ്ങളും, എല്ലാ ഉച്ചത്തിലുള്ള വർത്തമാനങ്ങളും, അലൈഹിം തങ്ങൾക്ക് എതിരാണ് എന്ന് അവർ വിചാരിക്കും. എവിടെന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുമ്പോൾ അവർ എന്നെ കുറിച്ചാണോ പറയുന്നത്, ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാകും. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം ഉച്ചത്തിലുള്ള എല്ലാ ശബ്ദങ്ങളും വർത്തമാനങ്ങളും തങ്ങൾക്കെതിരാണ് അവർ വർത്തമാനം പറയുന്നത് എന്ന് അവർ വിചാരിക്കും.
ഹുമുൽ അദു ഫഹ്ദറുഹും. ഇനി അള്ളാഹു പറയാം. അപ്പൊ ഇതൊക്കെ അവരുടെ മുനാഫിഖുകളുടെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ ഒന്ന് വഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമഹും, അവരുടെ ശരീരങ്ങൾ നിന്നെ ആശ്ചര്യപ്പെടുത്തും. അത്തരത്തിലുള്ള ശരീര രീതികളായിരിക്കും അവർക്കുണ്ടാവുക. രണ്ടാമത്തേത് വഇയഖൂലു തസ്മഉ ലിഖൗലിഹിം, അവർ വല്ലതും പറയുകയാണെങ്കിൽ അവരുടെ വാക്കുകളിലേക്ക് ചെവി കൊടുത്തു പോകുന്ന വർത്തമാനങ്ങളാണ് ഉണ്ടാവുക. പിന്നെ കഅന്നഹും ഖുശുബും മുശന്നജ, അവർ ചാരി വെക്കപ്പെട്ട മരത്തടികൾ പോലെയാണ് അവർ. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, അവരുടെ ഏതൊരു വർത്തമാനങ്ങളും ഉച്ചത്തിലുള്ള സംസാരങ്ങളും കേട്ടാൽ അത് അവർക്ക് നേരെയാണ്, അവർക്കെതിരാണ് എന്ന് അവർ വിചാരിക്കും. ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇനി അല്ലാഹ് പറയണ നോക്ക്, ഹുമുൽ അദു ഫഹ്ദറുഹും, ഹും അവർ, അൽ അദു ശത്രുവാണ്. വിശ്വാസികളാകുന്ന നമ്മോട് പറയാ, ഹുമുൽ അദു അവരെത്രേ ശത്രു, അവരാണ് ശത്രു. അതുകൊണ്ട് ഫഹ്ദർ നീ സൂക്ഷിക്കുക, ഹും അവരെ, ഫഹ്ദറുഹും അതിനാൽ അവരെ സൂക്ഷിക്കുക, അവരെ കുറിച്ച് കൃത്യമായ ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം. ഇവരുടെ ലക്ഷണങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാ? ഒരു മുനാഫിഖിന്റെ അടയാളങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാ സഹോദരങ്ങളെ, സഹോദരിമാരെ? ഇതിനു വേണ്ടിയാണ്. ഏതിനു വേണ്ടി? ഹുമുൽ അദു ഫഹ്ദറുഹും, ഹുമുൽ അദു ഫഹ്ദറുഹും. മുനാഫിഖുകൾ, കപട വിശ്വാസികൾ നിങ്ങളുടെ ശത്രുക്കളാണ്. അവർ നിങ്ങളെ ശത്രുക്കളാണ്. ആ ശത്രുക്കൾ ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട്, പേര് ധരിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം കറങ്ങി നടക്കും. നല്ല നല്ല മയമുള്ള നല്ല വർത്തമാനങ്ങളൊക്കെ അവർ നിന്നോട് പറയും. പക്ഷേ ഹുമുൽ അദുവു, അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. ഫഹ്ദറുഹും, അവരെ കുറിച്ച് കൃത്യമായ ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് നല്ലത് വരണം എന്നതല്ല അവരുടെ ആഗ്രഹം, മറിച്ച് നിങ്ങളുടെ ദുനിയാവ് നഷ്ടപ്പെടുത്തണം, നിങ്ങളുടെ ബർസഖിയായ ഖബർ ജീവിതം നഷ്ടത്തിലേക്കണം. നാളെ പരലോകത്ത് നിങ്ങൾ നരകത്തിലെത്തണം. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ നിങ്ങൾ വിരൽ കടിക്കുന്നവരായി മാറണം. ഇതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് മുനാഫിഖുകളെ ഫഹ്ദറുഹും, അവരെ നിങ്ങൾ കരുതിയിരിക്കണേ, അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. ഇത് പറയാനാണ് അല്ലാഹു തആല അവരുടെ അടയാളങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു തആല ശത്രുക്കളിൽ നിന്ന് നമ്മെ കാക്കുമാറാവട്ടെ. തുടർന്ന് അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. ഖാതല യുദ്ധം ചെയ്യുക. അല്ലാഹു അവരോട് യുദ്ധം ചെയ്യട്ടെ, അഥവാ അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. അന്നാ യുഅ്ഫകൂൻ, അന്നാ എങ്ങനെയാണ് യുഅ്ഫകൂന അവർ തെറ്റിക്കപ്പെടുന്നത്, അവർ എങ്ങനെയാണ് അസത്യത്തിലേക്ക് തിരിയുന്നത്? സത്യം ഇന്നതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും, ഇന്നതാണ് സത്യമെന്നും ഇന്നതാണ് അസത്യമെന്നും, ഏതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗമെന്നെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും അന്നാ യുഅ്ഫകൂൻ, അവർ സത്യം വിട്ട് എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ ഈ ആയത്തിലൂടെ അല്ലാഹു അവരുടെ അടയാളം പറയുന്ന നല്ല അഴകും നല്ല കൊഴുപ്പും ഒക്കെയുള്ള അവരുടെ ശരീരം, അത്തരത്തിലുള്ള നല്ല ഉഷാറായിരിക്കും ശരീരമെല്ലാം. അതേ പ്രകാരം നല്ല ആകാര ഭംഗിയുള്ള സാരസമ്പൂർണമായ ആരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വർത്താനങ്ങളായിരിക്കും ഉണ്ടാവുക. വർത്താനം കേട്ട് അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകളുടെ വർത്താനം കേട്ട് നമ്മൾ അവിടെ കേട്ട് നിന്നു പോകും. അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഖുശുബും മുസന്നജ, മരത്തടികൾ ചാരി വെച്ച പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരവും അവരെ വർത്തമാനം കൊണ്ടില്ല, ഒരു ധീരതയും അവർക്കുണ്ടാവുകയില്ല. വെറും മരത്തടി ചാരി വെച്ചതുപോലെ ഒരു ഉപകാരവുമില്ല. എന്നിട്ടാണ് അല്ലാഹു തആല അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത്. ഏതുപോലെയാണ്? യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ഉച്ചത്തിൽ വർത്താനം കേട്ടാൽ പോലും വിറളി പിടിച്ച് അവരുടെ ധീരതയൊക്കെ ഒഴുകിപ്പോവുകയും പേടിച്ച് വേജാറായി വിറളി പിടിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാകും. മനസ്സിലായില്ലേ? എന്നാൽ എല്ലാ തരത്തിലും ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള എല്ലാവിധ വഞ്ചനകളും കുസൃതികളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ആ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായ ജാഗരൂകരാകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ അത്രത്തോളം വെറുപ്പുള്ള വിഭാഗമാണ്. അവരോടുള്ള വെറുപ്പിന്റെ കാഠിന്യമാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞത്. ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കട്ടെ എന്ന്. അതുകൊണ്ട് ആ മുനാഫിഖുകളുടെ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത്തരം മുനാഫിഖുകളിൽ നിന്ന്, നിഫാഖുകളിൽ നിന്ന് രക്ഷ തേടുവാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. തുടർന്ന് അല്ലാഹു പറയുന്നു, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ എന്നോതരുത്, യസ്തഗ്ഫിർ. റാഇന് രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന് ലഘുവായി റാഇനെ ഉച്ചരിക്കണം, മറ്റൊന്ന് കനത്തിൽ ഉച്ചരിക്കുന്ന രണ്ട് നിയമങ്ങളുണ്ട്. തഫ്ഖീം, തർക്കീക്ക് എന്നാ പറയാം. ഇവിടെ യസ്തഗ്ഫിർ തർക്കീക്ക് ചെയ്യേണ്ട
സ്ഥലമാണ്. കാരണം റായിന് സുക്കൂനും അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറുമാണ്. യസ്തഗ്ഫിർ ലക്കും എന്നോതരുത്. യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ് ലവ്വഉ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. മുസ്തഖ് എന്ന് പറയുന്നത് മുസ്തക്ബിറൂൻ. വഇദാ ഖീല ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു, ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. ഇദാ ഖീല പറയപ്പെട്ടാൽ, ലഹും അവരോട്, മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ, എന്ത് പറയപ്പെട്ടാൽ? തആലൗ നിങ്ങൾ വരുവീൻ. തആലൗ തആൽ നീ വരിക, തആലൗ നിങ്ങൾ വരുവീൻ. യസ്തഗ്ഫിർ ലക്കും നിങ്ങൾക്ക് പാപമോചനം തേടും. റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പാപമോചനം തേടിക്കൊള്ളും എന്ന് അവരോട് പറയപ്പെട്ടാൽ എന്താ അവരുടെ അവസ്ഥ? ലവ്വൗ അവര് തിരിഞ്ഞു കളയും, അവര് തിരിച്ചുവിടും. റുഊസഹും അവരുടെ തലകളെ അവർ തിരിച്ച് ആട്ടിയിട്ട് അവരങ്ങ് പിന്തിരിഞ്ഞു പോകും. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിക്കൊള്ളും. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് പോയിട്ട് നിങ്ങളുടെ പരാതികൾ പറഞ്ഞാൽ മതി, അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിക്കൊള്ളും എന്ന് മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാനോ അള്ളാഹിന്റെ റസൂലിനോട് പോയിട്ട് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കാനോ അവർ തയ്യാറാവുകയില്ല. ലവ്വഉ റൂസഹും അവരുടെ തലയാട്ടിയിട്ട് അവരങ്ങ് തിരിഞ്ഞു പോകും. വീണ്ടും അള്ളാഹു പറയുന്നു, വറഅയ്തഹും നമ്മൾ മുകളിൽ മേലത്തെ ആയത്തിൽ പറഞ്ഞു അല്ലെ, മുകളിലത്തെ ആയത്തിൽ വഇദാ റഅയ്തഹും നീ അവരെ കണ്ടാൽ, അതേ റഅ തന്നെ. വറഅയ്തഹും അവരെ നീ കാണുകയും ചെയ്യും. യസുദ്ദൂന അവരെ നിനക്ക് കാണാം. യസുദ്ദൂന തട്ടിത്തിരിച്ചു വിട്ടുപോകുന്നവരായി. വഹും അവർ ആയിക്കൊണ്ട് മുസ്തക്ബിറൂൻ വലിയ കിബ്ർ അഹംഭാവം നടിക്കുന്നവരായിക്കൊണ്ട്. അപ്പൊ അവരുടെ തല തിരിച്ചു കളയും. ലവ്വഉ റൂസഹും അവരുടെ തല തിരിച്ചു കളയുമെന്ന് മാത്രമല്ല, വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ കിബ്ർ നടിക്കുന്നവരായും കൊണ്ട് അവര് തട്ടിത്തിരിഞ്ഞു പോകുന്നവരായി നീ അവരെ കാണുകയും ചെയ്യും എന്ന് അല്ലാഹു തആല പറയുന്നു. അവരുടെ സ്വഭാവമാണ്. ഇസ്ലാമിലേക്ക് വിളിച്ചുകൊണ്ട് കേൾക്കാൻ തയ്യാറാവില്ല. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ അക്കാര്യങ്ങളുണ്ട്. ഇതാ വിശുദ്ധ ഖുർആൻ ഉണ്ട്, പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് മദ്രസയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നൊന്നും പറയേണ്ടതില്ല. ഇതാ അവസരങ്ങളുണ്ട്. അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, അള്ളാഹുവിങ്കിലേക്ക് പക്ഷാതപിച്ച് മടങ്ങൂ എന്ന് പറഞ്ഞാൽ ഇന്നും ചില ആളുകളെ കാണാം എന്ത് ഈ സ്വഭാവം. അഹംഭാവം നടിച്ച് ഖുർആൻ ക്ലാസ്സോ അത് പഠിക്കുക, എന്തെല്ലാം ദുനിയാവിന്റെ തിരക്കുണ്ട്, ആ തിരക്കിന്റെ ഇടയിൽ എനിക്ക് സമയമില്ല, സമയം കിട്ടുന്നില്ല, തിരക്കാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ ഇന്നും നമുക്ക് കാണാവുന്നതാണ്. മുനാഫിഖുകളുടെ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് അല്ലാഹു തആല പറയാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. സവാഉൻ സമമാണ്, അലൈഹിം അവരിൽ സമമാണ്, അവരുടെ മേൽ സമമാണ്. അസ്തഗ്ഫർത ലഹും അവർക്ക് വേണ്ടി നീ പാപമോചനം തേടിയാലും, അം ലം തസ്തഗ്ഫിർ അല്ലെങ്കിൽ നീ പാപമോചനം തേടിയില്ലെങ്കിലും, ലഹും അവർക്ക് വേണ്ടി. അപ്പൊ അവർക്ക് വേണ്ടി നീ പാപമോചനം തേടിയാലും തേടിയില്ലെങ്കിലും സമമാണ്. ലൻ യഗ്ഫിറല്ലാഹു ലഹും, ലൻ യഗ്ഫിറല്ലാഹ് തീർച്ചയായും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അവിടെ ലൻ എന്ന തീർച്ചയായും എന്നുള്ള അർത്ഥം. ലൻ യഗ്ഫിറ തീർച്ചയായും പുറത്തു കൊടുക്കുകയില്ല അല്ലാഹു ലഹും അവർക്ക് പുറത്തു കൊടുക്കുകയില്ല തന്നെ. നബിയെ നീ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാലും അം ലം തസ്തഗ്ഫിർ ലഹും, അവിടെയും തസ്തഗ്ഫിർ എന്ന് പറയാം, തസ്തഗ്ഫിർ പറ്റൂല. അം ലം തസ്തഗ്ഫിർ ലഹും അവർക്ക് വേണ്ടി പാപമോചനം തേടിയിട്ടില്ലെങ്കിലും രണ്ടും സമമാണ്. ലൻ യഗ്ഫിറല്ലാഹ് തീർച്ചയായും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല ലഹും അവർക്ക്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഫാസിഖീൻ തീർച്ചയായും ഫാസിഖീങ്ങളായ തോന്നിവാസികളാകുന്ന ആളുകളെ അല്ലാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്നോ അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നോ ഒന്നും ആ മുനാഫിഖീങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുകയില്ല.
ഒരു നിലക്കും ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് കാണുകയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും അങ്ങനെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും എതിർക്കാൻ ശത്രുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നവരാണ് ഞങ്ങൾ, അത് തെറ്റായിരുന്നു എന്ന ഒരു ചിന്ത പോലും അവർക്കുണ്ടാവുകയില്ല. അതിനുള്ള ഏതെങ്കിലും ഒരു പക്ഷാതാപം അവർക്കുണ്ടാവുകയില്ല. മറിച്ച് അതിലേക്ക് അവരെ വിളിക്കപ്പെട്ടാൽ പുച്ഛ മനോഭാവത്തോടുകൂടെ മാത്രമാണ് അതിന് അവർക്ക് കഴിയുക. അവർക്ക് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടി എന്നതുകൊണ്ട് വല്ല മെച്ചവും അവർക്ക് ലഭിക്കാനുണ്ടോ? ഒരു കാര്യവും ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവരുടെ തെറ്റുകൾ പുറത്തു അല്ലാഹുവിന്റെ റസൂല് പാപമോചനം തേടി എന്നതുകൊണ്ട് അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ മനസ്സ് ശരിയായിട്ടില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, കാരണം അത്രത്തോളം ദുഷിച്ച ആളുകളാണ് മുനാഫിഖുകൾ. നോക്കൂ നിങ്ങൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഓരോ നിഫാഖ് എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. അത്രത്തോളം മുൻഗാമികളാകുന്ന ആളുകൾ ഭയപ്പെട്ടതാണ്. ആ നിഫാഖിനെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത്, ഖൗമൽ ഫാസിഖീൻ, തോന്നിവാസികളാകുന്ന ജനങ്ങളെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. ആരാ ഈ തോന്നിവാസികൾ? മുനാഫിഖുകൾ, നിഫാഖുള്ള ആളുകൾ, കപടന്മാരാകുന്ന ആളുകൾ, അവർ തോന്നിവാസികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്രമാത്രം ദുഷിച്ച പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക, വർത്തമാനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിഫാഖിന്റെ മുഴുവൻ അടയാളങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.